ഹലോ ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ടേഴ്സായിട്ട് വന്നു നിന്നതിന് ശേഷം നമുക്കിട്ട് നല്ല രീതിയിൽ താങ്ങിയിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലുള്ള ഒരു അനുഭവം തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനും പറയുന്നത്. ഈ സപ്പോർട്ടായിട്ട് വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ അത്രയും നമ്മൾ വിശ്വസ്തരായിട്ട് നിന്നത് കൊണ്ടും അവരുടെ വാക്കിന് നമ്മൾ അത്രയും വില കൊടുക്കുന്നത് കൊണ്ടുമായിരിക്കും ഒരു സഹായം എന്ന രീതിയിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് തിരിച്ചു തരുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവരുടേതായ ന്യായങ്ങളും അവരുടേതായ വൃത്തികെട്ട കുറേ ന്യായങ്ങളും, ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കലും, അങ്ങനെയുള്ള ചെറിയ പരിപാടികളാകുമ്പോൾ അത് നല്ല ഒന്നാന്തര പച്ച മലയാളത്തിൽ നല്ല തേപ്പെന്ന് തന്നെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരു വാക്ക് തെറ്റി, അതുകൊണ്ട് എനിക്കെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഇടയ്ക്കെങ്കിലും ഒരു 2 മാസത്തിനിടയിൽ അതിനിടയ്ക്ക് ഒരു തവണ പോലും ഒരു മെസ്സേജ് ഇട്ട് പോലും ചോദിക്കാത്ത അവർക്ക് ഇപ്പോൾ സാഹചര്യങ്ങൾ വന്നപ്പോൾ അവരുടെ സാഹചര്യങ്ങൾക്ക് വലിയ വിലയാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും സാഹചര്യം, എൻ്റെ സാഹചര്യം എന്താണെന്ന് ഇതുവരെ ഈ പറഞ്ഞ കൂട്ടർ ചോദിച്ചിട്ട് പോലും ഇല്ല. അതുകൊണ്ട് എനിക്കും അത് അങ്ങോട്ട് തിരിച്ചും അത്രയ്ക്കുള്ള അനുകമ്പയേ ഉള്ളൂ. വിശ്വാസത്തിൻ്റെ ഒരു പേരിൽ ഞാനൊരു ഇത് ചെയ്തത് അതിനനുസരിച്ച് എനിക്ക് കിട്ടിയത് കൊണ്ട് അത്രയ്ക്കുള്ള വിലയെ ഞാൻ കൊടുക്കുന്നുള്ളൂ ആർക്കാണെങ്കിലും. പിന്നെ ആരാണെങ്കിലും, നമ്മുടെ ബന്ധുക്കളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണ്ടവരാണ്, ആരാണെങ്കിലും നമ്മളൊരു വാക്ക് അവർക്ക് കൊടുത്തിട്ട് അത് നമുക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് 10 പ്രാവശ്യമെങ്കിൽ 10 പ്രാവശ്യം, ചിലപ്പോൾ അവരാദ്യമൊന്നും സമ്മതിച്ചില്ലായിരിക്കും, 10 പ്രാവശ്യമെങ്കിൽ 10 പ്രാവശ്യം വിളിച്ച് അവരെ കൊണ്ട് അത് സമ്മതിപ്പിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തത്തോടെ, നല്ല ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയോടുകൂടി ഉത്തരവാദിത്തത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഒളിഞ്ഞു നടക്കുന്നതും ഒഴിഞ്ഞു മാറി നടക്കുന്നതൊക്കെ അത്ര നല്ല പരിപാടി അല്ല. പിന്നെ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ കുറച്ച് സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. ഭാര്യ ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ ഭർത്താവ് ചെയ്യുന്ന തെറ്റുകൾക്ക് ഭാര്യയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറ്റുള്ളവരോട് സമാധാനം പറയേണ്ടതായിട്ട് വരും. അല്ലാതെ അത് അവൾ ചെയ്ത തെറ്റ് അത് അവളോട് അങ്ങനെയുള്ള ഒഴിഞ്ഞു മാറലും അത്ര നല്ല രീതിയല്ല. മറ്റുള്ളവരുടെ സാഹചര്യവും കൂടി മനസ്സിലാക്കാതെയുള്ള വൃത്തികെട്ട ഇതാണ്. അല്ലെങ്കിൽ പിന്നെ ആ ഭാര്യ നൽകിയ, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ട് ആ ഭാര്യ തന്ന ആ സാധനം അതെന്ത് തന്നെയാണെങ്കിലും അത് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. സ്വന്തം മക്കളുടെ ജീവന് പോലും വിലയില്ലാതെ സ്വന്തം മക്കളെ പിടിച്ച് വരെ ആണയിട്ട് മറ്റൊരാളെ പറ്റിച്ച് വാങ്ങിയ അവരവരുടെ പൈസയ്ക്ക് അപ്പോൾ വിലയുണ്ട്, നല്ല വിലയുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവരുടേതിന് വിലയൊന്നുമില്ല. നമ്മൾ കേട്ട വഴക്കിന് വിലയില്ല, ചീത്തയ്ക്ക് വിലയില്ല. അവരവരുടെ സാഹചര്യങ്ങൾക്ക് മാത്രമാണ് വില. 2 മാസത്തിനിടയിൽ എൻ്റെ സാഹചര്യം എന്താണെന്ന് ഈ പറഞ്ഞ ആളുകൾ ഇതുവരെ ഒരു മെസ്സേജ് ഇട്ട് പോലും ചോദിച്ചിട്ടില്ല. എന്നിട്ടിപ്പോൾ നിങ്ങൾ അവരുടെ സാഹചര്യം അറിയേണ്ട കാര്യം എനിക്കും ഇല്ല. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ലേഡി വീണ്ടും വാക്ക് തെറ്റിച്ചു. എന്താണെന്ന് വെച്ചാൽ 3 പ്രാവശ്യം വിളിച്ചാലേ അവർക്ക് എടുക്കാനൊക്കെ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കോൾ എനിക്ക് വയ്യാഞ്ഞിട്ട് തലവേദനയായിട്ടും കൂടി ഞാൻ ഉറങ്ങാൻ നേരത്ത് സൈലൻ്റ് ഇടാതെ, ഇനി ഇവരെങ്ങാൻ വിളിച്ചാൽ കേൾക്കില്ലല്ലോ, അതുകൊണ്ട് സൈലൻ്റ് ഇടാതെ ഞാൻ വെച്ചോണ്ടിരുന്നിട്ട് അവരെ നമ്മളങ്ങ് പൊട്ടന്മാരാക്കി. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ. അത്ര ഉളുപ്പ് ഉണ്ടെങ്കിലുണ്ടല്ലോ ആ സാധനം അവിടെ വെച്ചോണ്ടിരിക്കരുത്. വിറ്റിട്ടാണെങ്കിലും എൻ്റെ ഇത് സെറ്റിൽ ചെയ്യണം. മനസ്സിലായില്ലേ? വലിയ കോടിക്കണക്കിന് പൈസയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഒരാളുടെ അടുത്ത് നിന്ന് മറിച്ച് ഇങ്ങോട്ട് സെറ്റിൽ ചെയ്യാവുന്നൊരു പൈസയ്ക്ക് ഇത്രയും എനിക്ക് ചീത്ത കേൾപ്പിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് ഒരിക്കലും വിചാരിക്കേണ്ട, പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇവർ ഫോൺ എടുക്കാതിരുന്നപ്പോൾ ഞാൻ അത്രയും ഇവിടെ പ്രഷറായിട്ട് ഞാൻ അത്രയ്ക്ക് ഇവിടെ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി. ഉളുപ്പ് വേണം, ഉളുപ്പ്. പലതരത്തിലുള്ള ലേഡീസുണ്ട്. സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷൻ്റെ കൂടെയൊക്കെ അപ്പം കണ്ട പുരുഷന്മാരുടെയൊക്കെ കൂടെ ഓടുന്നവരുണ്ട്. ഇത് സ്വന്തം മക്കളെ ഉപേക്ഷിക്കുകയല്ല, സ്വന്തം മക്കളുടെ ജീവനൊരു വിലയില്ല. ഒരു കാരണവശാലും നമ്മൾ നടക്കാത്തൊരു കാര്യത്തിന് മക്കളെ പിടിച്ച് സത്യം ഇടാൻ പാടില്ല. മനസ്സിലായില്ലേ? അത്രയ്ക്ക് അങ്ങോട്ട് കള്ളത്തരം ഒരാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. അതെന്ത് കാര്യം സാധിക്കാനാണെങ്കിലും സ്വന്തം തലയ്ക്കപ്പോൾ ഇതുണ്ടല്ലോ, സ്വന്തം തലയ്ക്ക് അവർ വില കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം തലയെ പിടിച്ച് സത്യമിട്ടില്ല. മക്കളുടെ തല പോയാലും കുഴപ്പമില്ലല്ലോ. ഇതിൽ ഞാൻ ആളുടെ ഒന്നും പേര് പറയാത്തത് വ്യക്തമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോയിൽ ആരുടെയും അങ്ങനെ പേര് പറയാറില്ല. അതുകൊണ്ട് മാത്രമാണ്. ആവശ്യം വന്നാൽ പറയാം. പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആരാണെന്നുള്ളത്, അവർക്കറിയാൻ പറ്റും. അത് മതി. ചുരുക്കി പറഞ്ഞാൽ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളോട് നല്ല നല്ല വാഗ്ദാനങ്ങളും നൽകി നല്ല നല്ല വാക്കുകൾ പൊന്നേ പൊരുളെ കരളെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കിയാൽ ശുദ്ധ വിഡ്ഢിത്തരാണ്. അവരത് ചതിയാണ്. ചതിയാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം
നമ്മുടെ മെസ്സേജ് മണിക്കൂർ ഇടവിട്ട് ഒരെണ്ണം കണ്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർ പിന്നെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ കോളും ഉണ്ടാകത്തില്ല, വിളിയും ഉണ്ടാകത്തില്ല, വിളിച്ചാലോട്ട് എടുക്കത്തും ഉണ്ടാകത്തില്ല. പിന്നെ അവർക്ക് അവരുടേതായ കുറേ ന്യായങ്ങളൊക്കെ വരും. നമ്മളാണ് ലൈവ് ചെയ്യുന്നത്, നമ്മളാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുവന്നത്. ഹസ്ബൻഡിനൊക്കെ അതൊക്കെ ചിലപ്പോൾ മിക്ക വീടുകളിലും ഹസ്ബൻഡിനൊന്നും താല്പര്യം പോലും കാണത്തില്ല ചാനലിൽ ലൈവൊക്കെ. അപ്പോൾ കുടുംബത്തോട്ട് പ്രശ്നം വരുന്ന വഴി അറിയത്തില്ല. അതുകൊണ്ട് കഴിയുന്നതും ഈ പണം വെച്ചിട്ടുള്ള പരിപാടികൾ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ചെറുതാണെങ്കിലും 100 രൂപയാണെങ്കിലും ആരും നമുക്ക് വെറുതെ കൊണ്ടുവന്ന് തരത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ, ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുന്നതും ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നതൊക്കെ വളരെ തേർഡ് റേറ്റ് പരിപാടിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടവരെ ഇതുപോലെ ട്രാപ്പിലാക്കരുത്. നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പലിശക്കാരുണ്ടാവും, ലോൺ ഉണ്ടാവും, അവിടെ ചെന്ന് ആവശ്യപ്പെടാം. അല്ലാതെ ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയായിട്ട് ദയവ് ചെയ്ത് നടക്കരുത്. എന്താണെങ്കിലും വിശ്വാസം മുതലെടുത്തുകൊണ്ടുള്ള തട്ടിപ്പ് വളരെ നന്നായിട്ടുണ്ട്. നന്നായിരിക്കട്ടെ.